ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് അക്ബർ, അതോടൊപ്പം തന്നെ നെവിന്, ആര്യന്, ബിന്നി, അതോടൊപ്പം തന്നെ വനിയൻ സാബു, അങ്ങനെയൊക്കെ അവരൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നാൽ ആദ്യം തന്നെ അനീഷ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഷാനവാസ് എത്തുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ കൈകെട്ടി നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന രീതിയിൽ തമാശയായിട്ട് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഞാനിവിടെ വന്ന് നോക്കുകയാണ്, ഇതിന്റെ ഈ എത്ര കുമളകൾ വരുന്നുണ്ടെന്ന് ഞാൻ എണ്ണുകയാണ്. എനിക്ക് PSC പരീക്ഷയ്ക്ക് ലാലേട്ടൻ എനിക്ക് ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയണം എത്ര കുമളകൾ വന്നു എന്ന്. നിനക്ക് മാത്രം അങ്ങനെ ജയിച്ചാൽ പറ്റത്തില്ലല്ലോ, എനിക്കും ജയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അനീഷ് ഇതിന് കഴിഞ്ഞ കിച്ചൺ ടീമിലുള്ള എല്ലാവരും വിളിച്ചിട്ട് ആരും വന്നിട്ടില്ല. അപ്പോൾ അനീഷ് തന്നെ കാപ്പി ഇട്ടിട്ട് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ചോദിക്കുന്നുണ്ട്, നീ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി തിന്നുകയില്ലൂടാ, നീ ഒരു കള്ളനല്ലേ എന്ന രീതിയിൽ അനീഷ് ഷാനവാസ് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ എടുത്തത് ഒരു കാര്യം നീ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, നീ ഇവിടെ ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ടല്ലേ സാധനം എടുക്കുന്നതെന്നും പറഞ്ഞ് അതോടൊപ്പം തന്നെ ബോളി എടുത്തു, അതോടൊപ്പം തന്നെ ഉണ്ണിയപ്പം എടുത്ത കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറയുന്നത് അതെന്റെ പങ്ക് തന്നെയാണ്, അത് ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഒളിപ്പിച്ച് വെച്ച സാധനം നെവിൻ കട്ടെടുത്തു എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ വന്നിട്ട് പറയുകയാണ്, അനീഷ് കുറേ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 5 വർഷങ്ങൾ കൊണ്ട് ബിഗ് ബോസ് പഠിച്ചിട്ടാണ് വന്നതെന്നൊക്കെ അനീഷിനെ കളിയാക്കി പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ 5 വർഷമൊന്നും പഠിച്ചില്ല, ഞാൻ 2 വർഷം മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഈ 5 വർഷമൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ വരെ പറഞ്ഞു 5 വർഷം ലീവ് എടുത്തിട്ട്, അത് കേട്ടാൽ അതില്ല നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ 5 വർഷമൊന്നും ലീവ് എടുത്തിട്ടില്ല, ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുണ്ട്, മലയാള സീസൺ കണ്ടിട്ടുണ്ട്, ഹിന്ദി കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, തമിഴും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അനീഷോട് പറയുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്ന 5 വർഷം ലീവ് എടുത്തിട്ട് വന്നു എന്ന രീതിയിലാണ് അനീഷിനോട് പറയുന്നത്. പക്ഷേ അനീഷിന് വരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്നെ ക്യാപ്റ്റൻ ആക്കും, അപ്പോൾ ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുമെന്നൊക്കെ അനീഷോട് പറയുന്നുണ്ട്. നിങ്ങൾ ഞാനിട്ട അടിത്തറയിലാണ് ഇപ്പോഴും കൊണ്ടുവരുന്നത്, ഞാൻ അതിനെ പൊളിച്ചെടുക്കുമെന്നൊക്കെ അനീഷോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അസന്ദിഗ്ധമായി ഞാൻ പറയുന്നു എന്നൊരു കാര്യം അനീഷ് പറയുന്നുണ്ട്. അതായത് സംശയമില്ലാത്തവണ്ണം എന്നാണ് മലയാളത്തിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോഴത്തേന് ഈ പറയുന്ന ഷാനവാസ് പറയുന്നു, അസന്ദിഗ്ധമല്ല അസന്നിഗ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എന്താ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അനീഷ് പറഞ്ഞ അസന്ദിഗ്ധം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അക്ബർ പറയുന്നു, അത് അങ്ങനെയല്ല, ഈ ഷാനവാസ് പറഞ്ഞ പോലെ എന്ന് പറയുന്നു. ഒനിയൽ പറയുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, ഈ അനീഷ് എന്താണോ പറഞ്ഞത് അതിൽ തന്നെ അനീഷ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, എന്താ അനീഷ് ഒരിക്കലും തോറ്റു തരാൻ പറ്റത്തില്ല,